നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥ എന്താണ്, അപ്പം കാലാവസ്ഥ എങ്ങനെയാണ് കാലാവസ്ഥ എന്ന പേര് വന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ കാലാവസ്ഥ ഓക്കെയാണ് നമ്മുടെ ടോപ്പിക്ക് പേര്. അതാണ് എങ്കിലും നമ്മൾ ആദ്യം പറയുവാണ് കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ്. ഓക്കെയാണ്. ക്ലൈമറ്റ് എന്ന് പറയുന്ന പദം വന്നത് ഏത് ഭാഷയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ക്ലിമ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ക്ലൈമറ്റ് എന്ന് പറയുന്ന പദം വന്നത്. ഈ ക്ലിമ അല്ലെങ്കിൽ ക്ലൈമ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചരിവ് അഥവാ ലാറ്റിറ്റ്യൂഡ്, നമ്മുടെ അക്ഷാംശം എന്നാണ് കേട്ടോ. ചരിവ് അഥവാ അക്ഷാംശം എന്നാണ്. ഇനി കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ എന്താണ്, അത് മെറ്റീരിയോളജിയാണ് കേട്ടോ. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി. സിമ്പിളായിട്ട് കിട്ടുന്ന 3 സാധനങ്ങളാണ്. ഇനി അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനം. അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനം എന്ന് ചോദിച്ചാൽ അത് മാർച്ച് 23 കേട്ടോ. അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനം ചോദിച്ചാൽ എന്നാണ്, അത് മാർച്ച് 23. 2025 തീം ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നാണ് കേട്ടോ. ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. എന്നാൽ 2026 തീം ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്സർവിങ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമാറോ എന്നാണ് കേട്ടോ. ഒബ്സർവിങ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമാറോ എന്നാണ്. ഇത് കൃത്യമായിട്ടും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 2026 അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയമാണെന്ത്, ഒബ്സർവിങ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമാറോ. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്ത് ചോദിക്കുന്ന സംഭവമാണ് ലോക കാലാവസ്ഥാ സംഘടന എന്നറിയപ്പെടുന്നത് ആര്. ലോക കാലാവസ്ഥാ സംഘടന എന്നറിയപ്പെടുന്നത് WMO ആണ് കേട്ടോ. WMO എന്ന് പറഞ്ഞാൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്നാണ് WMOയുടെ ഫുൾ ഫോം. ഈ WMOയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ് കേട്ടോ. ജനീവ ഏത് രാജ്യത്തിലെന്ന് ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡിലാണ്. ഇത് ജനീവ. ഓക്കെയാണ്. ഈ WMO നിലവിൽ വന്നത് 1950 കൃത്യമായി പറഞ്ഞാൽ 1950 മാർച്ച് 23 എന്ത് ചെയ്തത്, ഈ പറയുന്ന WMO നിലവിൽ വന്നത് 1950 മാർച്ച് 23. അതുകൊണ്ടാണ് മാർച്ച് 23 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്, അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. ഇനി ഇതാണ് WMOയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഒരു ഫിഗറാണ്. ഇതാ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഇനി ഈ പറയുന്ന WMO ഉണ്ടല്ലോടാ, ഈ WMO അന്താരാഷ്ട്ര കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടികൾ നടത്തും. അത് എല്ലാ വർഷവും കാലാവസ്ഥാ ഉച്ചകോടികൾ നടത്തും. ആ ഉച്ചകോടികളെ വിളിക്കുന്ന പേരാണ് COP എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്താണ് COP മീൻസ് വേറൊന്നുമല്ല, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് കേട്ടോ. കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. COP എന്ന വാക്കിൻ്റെ അർത്ഥം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ്. ഏറ്റവും അവസാനമായിട്ട് COP നടന്നത് 2025 വേദിയായ രാജ്യം ബ്രസീലാണ്. പട്ടണം ചോദിച്ചാൽ ഏതാണ്, ബെലീം പട്ടണമാണ് കേട്ടോ. ബെലീം പട്ടണം. ഇനി അടുത്തത് COP 31 ഉണ്ടല്ലോടാ. COP 31 2026 നടക്കുന്നത്. അത് തുർക്കിയിലാണ് കേട്ടോ. തുർക്കി. ഓക്കെയാണേ. ഈ പറയുന്ന ആരുടെ രോഗി, യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന തുർക്കിയിലാണ് 2026 COP 31 നടക്കുന്നത്. തുർക്കിയിലെ അന്റാലിയ എന്ന നഗരമാണ് കേട്ടോ. അന്റാലിയ എന്ന നഗരമാണ്. ഇനി COP 32 ഉണ്ട്. COP 32 2027 നടക്കുന്നത്. അത് എത്യോപ്യയിലാണ് കേട്ടോ. ഏത് രാജ്യത്തെന്ന് വെച്ചാൽ ഏത് രാജ്യമാണ്, എത്യോപ്യയിലാണ്. ഏത് COP 32 നടക്കുന്നത് എത്യോപ്യയിലാണ്. അതൊരു ആഫ്രിക്കൻ രാജ്യമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി COP 29 അത് മുമ്പ് നടന്നതാണ്. 2024 COP 29 നടന്നു. അത് ബാക്കു എന്ന നഗരത്തിലാണ്. PSC ചോദിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. ഇത് ബാക്കു. COP 28 2023 വേദി ദുബായ് ആയിരുന്നു. ഏത് രാജ്യം, UAE ആയിരുന്നു രാജ്യം കേട്ടോ. ജസ്റ്റ് ഇതെന്താണ് ഒന്ന് കണ്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ. ഇനി ഈ പറയുന്ന ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി ഉണ്ടല്ലോ, ഉച്ചകോടിക്ക് ഇന്ത്യ വേദിയായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2002. അത് എത്രാമത്തെ കോപ്പായിരുന്നു എന്ന് വെച്ചാൽ COP 8 ആയിരുന്നു കേട്ടോ. അന്ന് വേദിയായ ഇന്ത്യൻ നഗരമാണ് ഏത്, അത് ന്യൂഡൽഹി ആയിരുന്നു ഇന്ത്യൻ നഗരം. ഇനി ഇന്ത്യൻ വനം പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പ് മന്ത്രിയായിരുന്നു ചോദിച്ചാൽ ആരാണ്, അത് ഭൂപേന്ദ്ര യാദവാണ് കേട്ടോ. ഇദ്ദേഹമാണത്, ഭൂപേന്ദ്ര യാദവ്. കൃത്യമായിട്ട് ഇദ്ദേഹത്തെ പഠിച്ചോണം. കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് ഇഷ്ടംപോലെ വട്ടം PSC കറണ്ട് അഫെയറിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഓക്കെയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് IMD എന്ന് നമ്മൾ പറയും, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. അത് സ്ഥാപിതമായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1875 ജനുവരി 15 സ്ഥാപിതമായത്. ആ സമയത്തെ വൈസ്രോയി ചോദിച്ചാൽ ആര്? അത് ലോർഡ് നോർത്ത് ബ്രൂക്ക് ആയിരുന്നു. എന്ത്? ആ സമയത്ത് വൈസ്രോയി കേട്ടോ. ഇനി നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പുണ്ടല്ലോ, ഇവൻ്റെ ആസ്ഥാന മന്ദിരം ചോദിച്ചാൽ അത് മൗസം ഭവനാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മൗസിം ഭവൻ എന്നൊക്കെ പറയും. മൗസിം ഭവൻ അല്ലെങ്കിൽ മൗസം ഭവൻ, അത് ന്യൂഡൽഹിയിലാണ്. ഇനി നമ്മളത് ഒരുപക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാം പഠിക്കാതെ പോകുന്ന ചില കാര്യങ്ങളായിരിക്കാം കേട്ടോ. ഈ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പുണ്ടല്ലോ, ഇതൊരു ഏജൻസിയാണ് കേട്ടോ. ഈ ഏജൻസി സ്ഥാപിതമായ സമയം 1875 പറഞ്ഞാൽ അന്ന് ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ ഇതിൻ്റെ ആസ്ഥാനം ഷിംലയിലോട്ട് മാറ്റി 1905. പിന്നീട് എന്താണ്, അവർ പൂനെയിലോട്ട് മാറ്റി 1928. ഷിംല ഹിമാചൽ പ്രദേശിലാണ്. പൂനെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പൂനെ മഹാരാഷ്ട്രയിലാണ്. 1944 എന്ത് ഇന്നത്തെ ആസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിൽ ആര്? ആ IMDയുടെ ആസ്ഥാന മന്ദിരമാകുന്നത് കേട്ടോ. ഇനി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഏത് വകുപ്പിന് കീഴിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥിതി ചെയ്യുന്നത് ഏത് വകുപ്പിന് കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വനം പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പെന്ന് പറയും. പക്ഷേ പറയരുത്, അത് ഭൗമശാസ്ത്ര മന്ത്രാലയ വകുപ്പിന് കീഴിലാണ് ഏത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷാണ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. ഓക്കെയാണ്. ഈ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് സ്ഥാപിതമായ വർഷം 2006. ഈ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ നിലവിലെ മന്ത്രിയാണ് ആര്? അത് ജിതേന്ദ്ര സിംഗ് ആണ് കേട്ടോ. ജിതേന്ദ്ര സിംഗ്. ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് IMD കേട്ടാ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഏത്? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. അതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് സാധനം കേട്ടോ. ഇമ്പോർട്ടൻ്റ് സാധനം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനം തുടങ്ങി ചുമതലകൾ നിർവഹിക്കുന്ന പ്രധാന ഏജൻസിയാണിത്. IMDയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്. ആ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മൗസിം ഭവനാണ്. ഇനി കൂടാതെ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ ആർക്കുണ്ടടാ? ഈ പറയുന്ന ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിനുണ്ട്. ഇത്രയും ഒക്കെയാണ്, കൃത്യമായിട്ടും പഠിച്ചു പോവുക.